സ്വയം അവബോധമുണ്ടാകുന്നതിന് നിങ്ങളെടുത്ത ആദ്യത്തെ ചുവടാണ്. നമ്മളിവിടെ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എന്നത് കരളിന്റെ ഏത് തരത്തിലുള്ള നീർക്കെട്ടോ വീക്കമോ ഉൾപ്പെടുന്ന ഒരു രോഗമാണ്. ടൈപ്പ് എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ സൂചിപ്പിക്കപ്പെടുന്ന 5 പ്രധാന ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണ് ഉള്ളത്. അവയെല്ലാം തന്നെ ഇന്ത്യയിൽ കാണപ്പെടുന്നു. ഹെപ്പറ്റൈറ്റിസ് എ എന്നത് ഒരു ഹ്രസ്വകാല അണുബാധയാണ്. അത് സ്വമേധയാ ഇല്ലാതാകുന്നതും പ്രത്യേക ചികിത്സയൊന്നും ആവശ്യമില്ലാത്തതുമാണ്. എന്നിരുന്നാലും രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഡോക്ടർമാർ ചില മരുന്നുകൾ നിർദ്ദേശിച്ചേക്കാം. ഹെപ്പറ്റൈറ്റിസ് ഇയും ഒരു ഹ്രസ്വകാല അണുബാധയാണ്. പ്രത്യേക ചികിത്സയൊന്നും ആവശ്യമില്ല. മലം, വായ മാർഗത്തിലൂടെയാണ് അത് പടരുന്നത് എന്നുള്ളതിനാൽ തടയുക എന്നുള്ളതാണ് രോഗത്തോടുള്ള ഏറ്റവും മികച്ച സമീപനം. മറുവശത്ത് ഹെപ്പറ്റൈറ്റിസ് ബി ഒരു ദീർഘകാല അണുബാധയാകാവുന്നതും ചില കേസുകളിൽ ആജീവനാന്തകാലവും ചികിത്സ ആവശ്യമാകാവുന്നതുമാണ്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും ഹെപ്പറ്റൈറ്റിസ് ബിക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് ബാധിക്കുന്നത് ഇതിനോടകം തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചിട്ടുള്ളവരെയാണ്. അതിനാൽ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്ത് ഇത് തടയാവുന്നതാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് സി രോഗലക്ഷണങ്ങളൊന്നും കാണിക്കുകയില്ല. അതിന് പ്രതിരോധ കുത്തിവയ്പ്പുകളൊന്നും ലഭ്യവുമല്ല. ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് അണുബാധയുടെ ചില കേസുകൾ തീവ്രമായിരിക്കുമ്പോൾ അഥവാ ഹ്രസ്വകാലത്തേക്കുള്ളതായിരിക്കുമ്പോൾ HCV ബാധിതരായ 85% ആളുകളിൽ അത് ദീർഘകാലം നീണ്ടുനിൽക്കുന്ന അഥവാ വിട്ടുമാറാത്ത ഹെപ്പറ്റൈറ്റിസ് സി ആയി രൂപപ്പെടുന്നതാണ്. ആഗോള വ്യാപകമായി 13-15 കോടി ആളുകൾക്ക് വിട്ടുമാറാത്ത ഹെപ്പറ്റൈറ്റിസ് സി അണുബാധയുണ്ട്. ഇന്ത്യയിൽ 1.5 കോടി ആളുകൾക്ക് ഹെപ്പറ്റൈറ്റിസ് സി അണുബാധയുള്ളതായി കണക്കാക്കപ്പെടുന്നു. മുഖ്യമായും പാരന്ററൽ റൂട്ടിലൂടെ, അതായത് കുത്തിവയ്പിലൂടെ പടരുന്ന ഹെപ്പറ്റൈറ്റിസ് സി, HCV, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒരു നിശബ്ദ സാംക്രമിക രോഗ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കാരണം മിക്ക ആളുകൾക്കും തങ്ങൾ രോഗബാധിതരാണെന്ന കാര്യം അറിയില്ല. ഹെപ്പറ്റൈറ്റിസ് സി വൈറസിന് 1 മുതൽ 6 വരെ ശ്രേണിയിലുള്ള വിവിധ ജിനോടൈപ്പുകളുള്ളതിൽ ജിനോടൈപ്പ് 1 മുതൽ 3 വരെയുള്ളതാണ് ഇന്ത്യയിൽ പ്രബലം എന്നാണ് കണ്ടുവരുന്നത്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് സി നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ വിജയകരമായി ഭേദമാക്കാനാവും. കാരണം HCV അണുബാധയുമായി ജീവിക്കുന്ന മിക്ക ആളുകൾക്കും നമുക്കിപ്പോൾ ഉയർന്ന ഭേദമാകൽ നിരക്കും കുറഞ്ഞ ചികിത്സാ കാലയളവും പൂർണ്ണമായും വായിലൂടെയുള്ള ചികിത്സാരീതികളും ആണുള്ളത്. നമുക്ക് ചെറിയ ഒരു കഥയിലൂടെ കടന്നു പോകുകയും ഹെപ്പറ്റൈറ്റിസ് സിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യാം. ഹേ സാഗർ, ഇന്ന് നിങ്ങള് ജോലി കഴിഞ്ഞ് നേരത്തെ എത്തിയോ? അതെ ശീതൾ, കഴിഞ്ഞയാഴ്ച ഹെപ്പറ്റൈറ്റിസ് സിക്ക് ഏതാനും ടെസ്റ്റുകൾ നടത്താൻ ഡോക്ടർ എന്നോട് പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? അതുകൊണ്ട് എന്റെ റിപ്പോർട്ടുകൾ വാങ്ങാൻ ഞാൻ ലാബിലേക്ക് പോയിരുന്നു. അതെ, ഞാൻ ഓർക്കുന്നു. റിപ്പോർട്ടുകൾ നോർമൽ ആണോ? അല്ല, എനിക്ക് ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് സി എന്താണത്? ഹെപ്പറ്റൈറ്റിസ് സി എന്താണെന്ന് എനിക്കും അറിയില്ല. പക്ഷേ എനിക്കിപ്പോ ആകെ വിഷമം തോന്നുന്നു. സാഗർ, നമ്മൾ ഡോക്ടറെ കാണുകയും ഹെപ്പറ്റൈറ്റിസ് സിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ശീതൾ, നീ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നു. എനിക്ക് മാർഗനിർദ്ദേശം നൽകാനാവുന്ന ഏറ്റവും പറ്റിയ വ്യക്തി ഡോക്ടറായിരിക്കും. ഹലോ ഡോക്ടർ. ഹായ് സാഗർ, എന്തുപറ്റി? നിങ്ങൾക്കെന്താ ഇത്ര പിരിമുറുക്കം? ഡോക്ടർ, എനിക്ക് എന്റെ ഹെപ്പറ്റൈറ്റിസ് സി റിപ്പോർട്ടുകൾ കിട്ടി. അവ പോസിറ്റീവാണ്. എനിക്ക് ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട്. എനിക്കിപ്പോ വളരെ വിഷമം തോന്നുന്നതിനാലാണ് ഹെപ്പറ്റൈറ്റിസ് സി എന്താണെന്നും അതെങ്ങനെ ഭേദമാക്കാനാവുമെന്നും മനസ്സിലാക്കാനായി ഇവിടെ വന്നത്. ഓക്കെ, റിപ്പോർട്ടുകൾ എന്നെ കാണിക്കൂ. സാഗർ, ശീതൾ, വിഷമിക്കേണ്ട കാര്യമില്ല. ഹെപ്പറ്റൈറ്റിസ് സിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും, അത് എങ്ങനെ ഭേദപ്പെടുത്താമെന്നും
ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹെപ്പറ്റൈറ്റിസ് സി ഒരു കരൾ രോഗമാണ്. അതിനാൽ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി ആദ്യം നമ്മുടെ ശരീരത്തിലെ കരളിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. നിങ്ങളുടെ കരൾ നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടവയിലൊന്നുമായ അവയവമാണ്. നിങ്ങളുടെ ശരീരം സുഗമമായി പ്രവർത്തിക്കുന്നതിന് നിങ്ങളുടെ കരൾ നിർത്താതെ ഒരു ദിവസം 24 മണിക്കൂർ പല ചുമതലകളും നിർവഹിക്കുന്നുണ്ട്. അതൊരു വാക്യൂം ക്ലീനർ പോലെയാണ്. അത് നിങ്ങളുടെ രക്തത്തിൽ നിന്ന് വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നു. അതൊരു വെയർഹൌസ് പോലെയാണ്. അത് വൈറ്റമിനുകളും ധാതുക്കളും ശേഖരിക്കുകയും നിങ്ങളുടെ ശരീരത്തിന് അവ ശരിയായ അളവിൽ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതൊരു ബോഡി ബിൽഡറാണ്. അത് നിങ്ങളുടെ ശരീരത്തിന് ഊർജം പകരുന്നതിനായി ശരിയായ അളവിൽ അമിനോ ആസിഡുകളും ഗ്ലൂക്കോസും പ്രദാനം ചെയ്യുന്നു. അത് ഒരു ഫാക്ടറി പോലെയാണ്. അത് ബൈൽ എന്ന് വിളിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്നു. കരളിന്റെ പങ്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഹെപ്പറ്റൈറ്റിസ് സി എന്താണെന്ന് മനസ്സിലാക്കാം. ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് മൂലമുണ്ടാകുന്നതും കരളിനെ ബാധിച്ച് കരളിന് നീർവീക്കമുണ്ടാക്കുന്നതുമായ ഒരു രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് സി കരളിന് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അതിന് എല്ലാ ജോലികളും ശരിയായി ചെയ്യാനാകില്ല. ഓ ശരി. അപ്പോൾ ഡോക്ടർ, എനിക്ക് എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് സി വന്നത്? ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് രോഗബാധയുള്ള ഒരു വ്യക്തിയുടെ രക്തം അല്ലെങ്കിൽ ശരീര ദ്രാവകത്തിലൂടെയാണ്. നിങ്ങൾക്ക് ഈ മാർഗങ്ങളിലൂടെ അണുബാധ ഏൽക്കാം. രക്തം മാറ്റിവെക്കൽ, മരുന്നുകൾ, സൂചികൾ മുതലായവയും വ്യക്തിപരമായ വസ്തുക്കളായ റേസറുകൾ, ടൂത്ത് ബ്രഷ് എന്നിവയും. അണുബാധയേറ്റ സൂചികളിലൂടെയുള്ള ടാറ്റൂയിങ്ങും പിയേഴ്സിങ്ങും. അപൂർവമായി ലൈംഗിക ബന്ധത്തിലൂടെയും അത് സംഭവിക്കാം. വിശേഷിച്ചും നിങ്ങൾക്ക് STD, ഒരു HIV അണുബാധ, അല്ലെങ്കിൽ നിരവധി പങ്കാളികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗബാധിതയായ ഒരു അമ്മയിലൂടെ ജനന സമയത്ത് അവരുടെ കുട്ടിയിലേക്ക് പകരാം. അപ്പോൾ ഡോക്ടർ, നമുക്ക് ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട് എന്ന് കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഹെപ്പറ്റൈറ്റിസ് സിയുള്ള പല ആളുകൾക്കും രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾക്ക് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വയറുവേദന, വിശപ്പില്ലായ്മ, ഓക്കാനം, തളർച്ച, പേശിവേദനയും സന്ധിവേദനയും, പനി, കടുത്ത നിറത്തിലുള്ള മൂത്രം, മഞ്ഞപ്പിത്തം. ഡോക്ടർ, അപ്പോ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടെന്ന് നമുക്ക് എപ്പോഴാണ് അറിയാനാവുക? ഹെപ്പറ്റൈറ്റിസ് സി സാധാരണയായി രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാത്തതിനാൽ രോഗനിർണയം വളരെ പ്രയാസമാണ്. ഒരു രക്തപരിശോധന നടത്തിയാൽ നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടോ എന്ന് അറിയാം. കടുത്ത ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടെന്ന് സംശയിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ ഒരു ലിവർ ബയോപ്സി നടത്താൻ നിർദ്ദേശിച്ചേക്കാം. ഡോക്ടർ, എനിക്ക് ഹെപ്പറ്റൈറ്റിസ് സി ഉള്ളതായി ഇപ്പോൾ രോഗനിർണയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സങ്കീർണതകളുണ്ടോ? അതെ സാഗർ, ഹെപ്പറ്റൈറ്റിസ് സിയുമായി ബന്ധപ്പെട്ട് നിരവധി സങ്കീർണതകളുണ്ട്. കരളിനെ പല വർഷങ്ങൾ കൊണ്ട് കേടുവരുത്തുന്നതെന്തും സ്കാർ ടിഷ്യൂ രൂപപ്പെടുന്നതിലേക്ക് കരളിനെ നയിക്കുന്നതാണ്. കരൾ സ്കാറിങ്ങിന്റെ ആദ്യഘട്ടം ഫൈബ്രോസിസ് ആണ്. എന്നാൽ സ്കാർ ടിഷ്യൂ രൂപപ്പെടുമ്പോൾ അത് കരളിന്റെ ഭൂരിഭാഗത്തെയും ബാധിക്കുകയും അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായ സിറോസിസ് ആകുകയും ചെയ്യുന്നു. ഹെപ്പറ്റൈറ്റിസ് സി ശരിയായി മാനേജ് ചെയ്തില്ലെങ്കിൽ അത് കരൾ പരാജയത്തിലേക്കും കരൾ അർബുദത്തിലേക്കും ചിലപ്പോൾ മരണത്തിലേക്ക് പോലും നയിക്കുന്നതാണ്. അതിനാൽ HIV ശരിയായും നേരത്തെയും രോഗനിർണയം ചെയ്യുന്നത് പ്രധാനമാണ്. അത് കാരണമാണ് നിങ്ങൾ ടെസ്റ്റുകൾ ചെയ്യണമെന്ന് ഞാൻ ഉപദേശിച്ചത്. ഡോക്ടർ, HCVയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭീഷണിപ്പെടുത്തുന്നതാണല്ലോ. എനിക്ക് സാഗറിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്ക തോന്നുന്നു. ഡോക്ടർ, ഹെപ്പറ്റൈറ്റിസ് സി ചികിത്സിക്കുന്നതിന് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ശീതൾ, റിലാക്സ്, വിഷമിക്കാനൊന്നുമില്ല. ഹെപ്പറ്റൈറ്റിസ് സിക്ക് എപ്പോഴും ചികിത്സ ആവശ്യമില്ല. കാരണം ചില വ്യക്തികളിലെ രോഗപ്രതിരോധ പ്രതികരണം അണുബാധ ഒഴിവാക്കുന്നതാണ്. എന്നാൽ ചികിത്സ ആവശ്യമായി വരുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി ചികിത്സയുടെ ലക്ഷ്യം ഭേദപ്പെടുത്തലായിരിക്കണം. അതായത് കരൾ രോഗവും സിറോസിസ്, കരൾ പരാജയവും തടയുക, രോഗലക്ഷണങ്ങൾ ശമിപ്പിക്കുക,
കരളർബുദത്തിന്റെ അപകട സാധ്യത കുറയ്ക്കുക. മുമ്പത്തെ ചികിത്സാ റെജിമെനുകൾ കുത്തിവയ്പ്, വായിലൂടെയുള്ള മരുന്ന് തെറാപ്പി എന്നിവയുടെ സംയുക്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സിയുടെ ചികിത്സ പൂർണ്ണമായും വായിലൂടെയുള്ള തെറാപ്പികളുടെ ലഭ്യത മൂലം വളരെ സുഗമമായിട്ടുണ്ട്. ഈ പുതിയ വായിലൂടെയുള്ള റെജിമെനുകളുടെ സംയുക്തത്തെ അപേക്ഷിച്ചുള്ള നേട്ടം അത് സുഗമമായ ഡോസിംഗ്, തെറാപ്പിയുടെ ഹ്രസ്വമായ കാലദൈർഘ്യം, അതായത് 3 മുതൽ 6 മാസം, മെച്ചപ്പെട്ട സഹനീയത, വർദ്ധിച്ച രോഗി അനുവർത്തനം, മെച്ചപ്പെട്ട ഫലക്ഷമത എന്നിവയാണ്. മരുന്നുകളോടൊപ്പം ഹെപ്പറ്റൈറ്റിസ് സി രോഗികൾ തങ്ങളെ പ്രത്യേകം പരിചരിക്കുന്നതും പ്രധാനമാണ്. ഇതിൽ ഇവ ഉൾപ്പെടുന്നു: ഡോക്ടറുമൊത്ത് ക്രമമായ ഫോളോ അപ്പ്, ശരിയായ രോഗനിർണയ സമയക്രമം പാലിക്കുക, ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയ്ക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ്പെടുക്കുക, ആരോഗ്യകരമായ ഒരു ആഹാരക്രമം നിലനിർത്തുക, മദ്യം ഒഴിവാക്കുക, അനാവശ്യമായ ഔഷധങ്ങൾ ഒഴിവാക്കുക, ശാരീരിക ഫിറ്റ്നസിന്റെ ഒരു നല്ല നില പരിപാലിക്കുക, ശരിയായ ഒരു സാമൂഹിക പിന്തുണ സംവിധാനം ഉണ്ടായിരിക്കുക. വിവരം പങ്കുവച്ചതിന് താങ്കൾക്ക് നന്ദി ഡോക്ടർ. ഞാൻ തീർച്ചയായും എന്റെ ചികിത്സ തുടങ്ങുകയും താങ്കളുടെ ഉപദേശം അനുസരിക്കുകയും ചെയ്യും. നല്ല തീരുമാനം സാഗർ. ശരിയായ ചികിത്സയിലൂടെയും മാനേജ്മെന്റിലൂടെയും ഹെപ്പറ്റൈറ്റിസ് സി ഭേദപ്പെടുത്താം. ഹെപ്പറ്റൈറ്റിസ് സി നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വിജയകരമായി ഭേദപ്പെടുത്താം. അതിനാൽ നിങ്ങൾ അപകട സാധ്യതയിലാണെങ്കിൽ അത് പരിശോധിക്കുന്നത് പ്രാധാന്യമർഹിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക.